വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കായലും കടലും ഒന്ന് ചേരുന്ന ഒരു സ്പോട്ട് ഉണ്ട്. അവിടെയാണ് ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോണത് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ ചേറ്റുവ ഹാർബർ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു കല്ലിൽ നിന്നിട്ട് ചൂണ്ടി പറഞ്ഞു വെച്ചാൽ കുറേ മീൻ കിട്ടുന്നതാണ് ഗൈസ് പറയുന്നത്. ഇവിടെ അടുത്തിട്ടാലേ മീൻ കിട്ടുള്ളൂ. പക്ഷെ അടുത്തിട്ട മീൻ പോയിട്ട് ഇതിന്റെ ഇടയിൽ കുടുങ്ങും. ദൂരെ ഇട്ടാ മീൻ കിട്ടൂല. വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയതുകൊണ്ട് തന്നെ ചൂണ്ടാം. ഓക്കെ, അവിടെ ഫുള്ള് കല്ലാണ് കേട്ടോ. അവിടെ ആയാലും കല്ലാണ്, എവിടെ ആയാലും കല്ലാണ്. പിന്നെ ഇന്ന് ആരും ഇല്ല കേട്ടോ. കാരണം ഇന്ന് എല്ലാവരും പണിക്ക് പോയിട്ടുണ്ടാവും. നമ്മൾക്ക് പിന്നെ ഇതാണ് പണി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫുൾ ടൈം ഫിഷിങ് തന്നെ ഐസ്. പിന്നെ ഈ ലൈനില്ലേ ഇങ്ങനെ പിടിച്ചാൽ മീൻ കൊത്തുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റുന്നത് നമ്മുടെ അടുത്ത് കുറേ ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഷോ താത്ത താത്ത, അയ്യോ നമ്മുടെ മത്തിയൊക്കെ ഇപ്പം തിന്നിട്ട് പോ. ഷോ ഗൈസ്, കാക്കനെ ഒട്ടിച്ച് വിട്ടു ഗൈസ്. കൊത്തുന്നുണ്ട് 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 ഗൈസ്. കൊത്തുണ്ട് കേട്ടോ, കൊത്തുണ്ട് കൊത്തുണ്ട് കൊത്തുന്നുണ്ട് കൊത്തുന്നുണ്ട് ഗൈസ്. ഈ ഒരു ലൈന് കണ്ട 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 നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, ഈ ഒരു ലൈന് നോക്കിക്കോ. ഇതേ കണ്ട, കൊത്തുന്നുണ്ട കൊത്തുന്നുണ്ട. എന്ത് പടച്ചോനേ, നമ്മുടെ നേരക്ക് ഒരു വലിയൊരു സാധനം വരണ്. ഇതെന്തിട്ടത്? അയ്യോ, മീനും കൊത്തുന്നുണ്ടല്ലോ ഗൈസ്. ഞാൻ കുറച്ച് വലിച്ചെടുത്തു, കാരണം വലിയൊരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ നേർക്ക്. ഇവരെന്തിനാ ഇങ്ങനെ എൻ്റെ നേർക്ക് വരണാവോ? ഇത് നോക്ക് ഗൈസ്. ഇനി ആ ബോട്ട് പോയിട്ട് നമ്മൾ കിടാട്ടോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഫുള്ള് തരാൻ നമ്മുടെ മേലേക്കാവും. കാരണം അത്രയും വലിയ ബോട്ടാണ് പോണത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. ബോട്ട് പോയത് കൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഇത്ര തിരയുണ്ടാവില്ല. നമ്മളെന്തായാലും മത്തി ഇട്ട് വെച്ചിട്ടുണ്ട്. മത്തി കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട്, കാരണം മീനുകൾ നല്ലൊരു കൊത്തിയിട്ട്. ഇപ്പോഴും കൊത്തുന്നുണ്ട് ഗൈസ്, ഇപ്പോഴും കൊത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ വലിച്ചുകൊണ്ട് പോകുന്നുണ്ടോ പഠിച്ചോനെ? കൊത്തുണ്ട് കൊത്തുണ്ട്, വലിച്ചുകൊണ്ട് പോകണില്ല, കൊത്തുന്നുണ്ട്. ഇതിൽ ഫ്ലോട്ട് ഇടണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഫ്ലോട്ട് ഇട്ടിട്ടില്ല ഗൈസ്. ഇങ്ങനെ കായൽ ഫിഷിങ് ചെയ്യുമ്പോൾ ഫ്ലോട്ട് ഇടണോ ഇടണ്ടയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും നല്ല രീതി ഗൈസ്. കൊത്തുണ്ട് കൊത്തുണ്ട്, നോക്ക് നോക്ക്. വലിയ മീനൊക്കെ അടിച്ചാ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇന്നലെ ഒരു കമൻറ്റ് വന്നേ ഉള്ളൂ, ചേച്ചി മീൻ പിടിക്കുമ്പോൾ പേടിക്കല്ലേ പറഞ്ഞിട്ട്. ഗൈസ് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ, കാരണം വലിയ മീനൊക്കെ അടിച്ചാൽ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞൂടാ. അതുകൊണ്ടാണേ. മീൻ തിന്നിട്ട് പോയി തോന്നുന്നുണ്ട്, നമുക്ക് നോക്കാം. ആ നോക്ക്, ഓ മൈ ഗോഡ്, അത്രയ്ക്കും തിന്നിട്ട് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടോ. എന്തായാലും ഈ ഒരു വാലും വെച്ച് നമുക്ക് നോക്കാം ഇത് കൊത്തുവോന്ന്. കുഞ്ഞ ചാള മാറ്റിട്ട് നമുക്ക് വലിയ ചാള കോർത്തിടവേ. എന്തായാലും ഫുള്ള് ചാള ഇട്ടാണ് ഗൈസ്. ഇപ്പം ഈ ഒരു വാലിൻ്റെ തുണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ വലിയ മീനാവാനാ ചാൻസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഒരു കുഞ്ഞു ബോട്ട് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ഫുൾ ടൈം ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടും പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ, കാരണം ഹാർബർ അടുത്തുള്ളുണ്ട്. അയ്യോ, കല്ലിൽ കുടുങ്ങിയാ. അയ്യോ ഗൈസ്, കല്ലിൽ കുടുങ്ങി. പക്ഷെ എന്ത് കഷ്ടമാണ്, കല്ലിൽ കുടുങ്ങി ഗൈസ്. കിട്ടി കിട്ടി. അയ്യോ എന്റെ റോഡ് ഷേടാ. ഗൈസ്, ആ തിരമാല വന്നതുകൊണ്ട് ബോട്ട് പോയത് കൊണ്ട് കിട്ടിയത്. പിന്നെയും കല്ലിൽ കുടുങ്ങിയ പടച്ചോനെ. കിട്ടി 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 കിട്ടി. നമ്മുടെ ബൈറ്റിന്റെ നീളവും വീതിയൊക്കെ കുറച്ചിട്ടുണ്ട്, കാരണം ചെറിയ മീനാണ് തോന്നുന്നു കൊത്തുന്നത്. അപ്പോൾ നമ്മൾ ചെറുത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് എന്തായാലും മീൻ കിട്ടും. ഒന്നില്ലെങ്കിൽ മീൻ കിട്ടും, അല്ലെങ്കിൽ കൊളുത്ത് പോകും ഗൈസ്. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇല്ലേ, ഇതിങ്ങനെ ഈ മീൻ കൊത്തുമ്പോഴില്ലേ നമ്മൾക്കത് നല്ലപോലെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അത് തന്നെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാ ദിവസവും മീൻ ഇതുപോലെ കൊത്തണമെന്ന് പോലും ഇല്ല. അപ്പോൾ മീൻ കൊത്തുന്നത് നമ്മൾക്ക് ഫിഷിങ്ങിലൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ കൊളുത്ത് പോയി കുടുങ്ങിയിട്ടുണ്ട്. സോ കുറേ നേരം ഞാൻ ട്രൈ ചെയ്യണം. ഇനി നമ്മൾക്കൊരു വഴിയേ ഉള്ളൂ. ആ ബോട്ട് വരുന്നില്ലേ, ആ ബോട്ട് വരുന്ന തിരമാലകൾ കൊണ്ട് ഇങ്ങനെ ആവുമ്പോൾ കൊക്കി കിട്ടും ഗൈസ്. അങ്ങനെ എനിക്ക് 2 തവണ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂ, ഇങ്ങോട്ട്. അവരങ്ങോട്ട് പോയി ഗൈസ്. നമ്മൾ എന്ത് ചെയ്യും ഗൈസ്? അയ്യോ, അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ
കൊളുത്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെയ്ത ടെക്നിക്ക് ഇത് ഇങ്ങനെ പിടിച്ച് വലിക്കില്ലേ, അതാണ് കേട്ടോ. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറി മാറി കുറേ ഡയറക്ഷനിൽ ചെയ്തപ്പോൾ കൊളുത്ത് സംഭവം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് കൊത്തുന്നുണ്ട്. കൊത്തിയാൽ മാത്രം പോരാ, ആരെങ്കിലും ആ കൊളുത്തി കയറിയിട്ടൊന്ന് ഇരിക്കട്ടോ. അപ്പൊ നിങ്ങൾക്ക് സന്തോഷം, എനിക്കും സന്തോഷം. ഇനി മീനെ തോന്നുന്നു കൊത്തുന്നുണ്ട്. എടാ മൊത്തം മീനും മെഴിഞ്ഞിക്കോ, ഞാൻ ഒന്നും പറയില്ല, ഫുള്ള് തിന്നോ. ഗൈസ് ദേ ആ കാണുന്ന ബിൽഡിങ്ങില്ലേ, അതാണ് ചേറ്റുവ പോലീസ് സ്റ്റേഷൻ. ഗൈസ് അവരെന്തോ ബോട്ടിൽ ഇട്ടിട്ട് പോകുന്നുണ്ട്. അതെന്തൊരു സാധനം, ചെറിയൊരു നെറ്റ് പോലത്തെ റൗണ്ട് പോലത്തെ സാധനം, അതങ്ങോട്ട് ഇട്ടിട്ട് പോയിട്ടാ. അതെന്താ സെറ്റപ്പ്? അവരിത് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട് കേട്ടോ, കുറേ എണ്ണം. ഇത് നമ്മൾ എണ്ണ മേടിക്കണ ക്യാനില്ലേ, അതുപോലെ എനിക്ക് തോന്നണേ. ഇതിൽ എന്ത് മീനാണോ കിട്ടുക? ഗൈസ് ഇങ്ങനത്തെ സംഭവത്തിൽ എന്താ കിട്ടുക? ഇത് ഞാൻ ആദ്യമായിട്ടാ കാണണേ കേട്ടോ. അതാ എന്തൊട്ട് സംഭവിച്ചേ? അയ്യോ തിന്നിട്ട് പോയി. പക്ഷെ വലിയ മീനായിരുന്നു തോന്നുന്നു, ഫുള്ള് തിന്നിട്ട് പോയിട്ടാ. നിങ്ങൾ കണ്ടില്ലേ എൻ്റെ റോഡ് ഇങ്ങനെ വളഞ്ഞ്? ശരിക്കും ഞണ്ടാണോ? പിടിച്ചു നേരെ പിടിക്ക് കളയല്ലേ. അതാ പോയി. നല്ല രീതിക്ക് കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ കൊക്കി പൊട്ടിക്കാന്നാണ് വിചാരിക്കുന്നത്, വേറെ വഴി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. നല്ല വേദനയുണ്ട് കേട്ടോ ഗൈസ്, കൊക്കി പൊട്ടിക്കാൻ പോലും കിട്ടാത്ത അവസ്ഥ. അയ്യോ എൻ്റെ വിരല് നോക്ക് അമ്മച്ചി. ഗൈസ് നമ്മൾ തിരിഞ്ഞു നിൽക്കണം കേട്ടോ മുഖം, അല്ലെങ്കിൽ നോക്ക് ഗൈസ്. ഇതുവരാരും കാണാത്ത ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ. ഇതിങ്ങനെ കണ്ടോ ആ മറ്റേ സംഭവം കണ്ടോ, മരം പോലെ, അതിലില്ലേ എല്ലാത്തിലും കുറ്റിയുണ്ട് ഗൈസ്. കണ്ടോ, ആകെ ഒരു 4 എണ്ണത്തിൽ മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ഇരിക്കണം. നമുക്ക് ഗൈസ് നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയുണ്ട് തന്നെ പറയണം കേട്ടോ. കണ്ടോ ഇനി 4 എണ്ണത്തിൻ്റെ കുറവുണ്ട്. അവരാരെങ്കിലും 4 എണ്ണത്തിൽ വന്നിരിക്കണമെങ്കിൽ ഞാൻ അപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചിടാവേ ഗൈസ്. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫിഷിങ്ങിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൊക്കിയൊക്കെ കുറേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദൂരേക്ക് ഇടാം കേട്ടോ, കാരണം ഇവിടെ ഫുള്ള് കല്ലാണ്. മീനുകളുണ്ട് കേട്ടോ, മീനുകൾ നല്ലപോലെ പൊളയ്ക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. അവന്മാർ മേലേക്ക് ഇങ്ങനെ ചാടി കളിക്കുക. എന്നെ പിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിടിക്കി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുത്തനെങ്കിലും പിടിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇന്ന് പിടിക്കും, അത് ഉറപ്പാണ് ഗൈസ്. നമ്മളൊക്കെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ ഗൈസ് ഞാനിവിടെ ഇരുന്നു. പക്ഷെ പോടാ, എനിക്കെന്താ എന്നെ പേടിയില്ലാത്ത. ഇപ്പം ഫോൺ എടുത്ത് ഞാൻ എറിയും. എന്താണ് ഗൈസ്, നമ്മൾ കുറേ നേരം ഇങ്ങനെ തന്നെ ഇരിക്കുന്നു. കുറേ ഒരു 5-6 കൊളുത്ത് പോയി, മത്തി കഴിയാറായി, എന്നിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലല്ലോ നമുക്ക്. ഗൈസ് കൊത്തുന്നുണ്ട് ഗൈസ്. 3 സാധനം, 3 വണ്ടി അടുത്ത് കൂടെ പോകണം. 3 വഞ്ചി, 2 വഞ്ചി, ഒരു വലിയ കപ്പൽ. ചാളന്റെ അവസ്ഥ കണ്ടോ ഗൈസ്? ഇത് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ടുണ്ട്. ഇത് നോക്ക്, ഇത് കാണിച്ചു തരാട്ടെ. ഞാൻ ഇതിങ്ങനെ ആദ്യമായിട്ട് കാണണേ. മുള്ള് മാത്രം, അതിന്റെ ചുറ്റുമുള്ള മീറ്റ് ഫുള്ള് തിന്നിട്ട് പോയി ഗൈസ്. ഇവിടെ ഒരു അടിപൊളി മരം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറച്ച് സ്പോട്ട് മാറ്റി പിടിക്കാൻ പോവുകയാണ്. ഈ മരത്തിൻ്റെ അതിൽ കൂടെ സൂക്ഷിച്ച് നടന്നെങ്കിലെങ്കിൽ നമ്മൾ അയ്യോ താഴെ വീഴും. ഇതിൽ കൂടെ നടക്കുമ്പോൾ തല കറങ്ങുന്നുണ്ടെങ്കിലും നമുക്ക് പതുക്കെ നടക്കാം. റബ്ബേ, സൂപ്പറായി വേട്ടയാടുന്നു. നോയിക്കോട്ടെ. നച്ചറ മീനാണ്, നല്ല സ്പീഡില് ഓടി. ഇത് നോക്ക്, ഹുക്കായിരിക്കണ നോക്ക്. നമ്മള് ഫസ്റ്റ് ടൈം ചെമ്പല്ലി പിടിച്ചിരിക്കുകയാണ്. ഇത് ചെമ്പല്ലി തന്നെ, ചെമ്പല്ലി വലുത്. ഫൈറ്റ് ചെയ്യണില്ല കേട്ടോ, കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നുണ്ട്.
ചകളയൊക്കെ അതിന് പോയി. എടാ സുന്ദരോ, ഗായ്സ് നോക്ക്, കുഞ്ഞു ഹുക്കില കിട്ടിട്ടോ. എന്താ നോക്കണേ ഗായ്സ്, ഒരു ചെമ്പലിന് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്തായാലും ഒരു മീനേ ഉള്ളൂ, ഒരു 1-2 മത്തേ ഉള്ളൂ, അത് കഴിഞ്ഞവരെ നിൽക്കുള്ളൂ. നമ്മൾക്ക് എന്തായാലും ഇട്ട് നോക്കാം. എൻ്റെ പൊന്നോ, സന്തോഷം സഹിക്കാൻ വയ്യ. എന്നാലും ഇത്രയും വലിയ ചെമ്പല്ലിയൊക്കെ അടിക്കൂല്ലേ, ആദ്യമായിട്ട് കിട്ടിയേട്ടാ നമ്മൾക്ക് ചെമ്പല്ലി. അതും ഒരു അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല രീതിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചെടുത്താണ്, റീല് ചുറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാലോ, എനിക്കിപ്പോഴും അതിൻ്റെ ഒരു ടെക്നിക്ക് ഒന്ന് യൂസ്ഡായി വരുന്നേ ഉള്ളൂ. എന്തായാലും ഇത്ര നേരം കഷ്ടപ്പെട്ടതിൽ നമ്മളിപ്പോൾ 4 മണിക്കൂറായി വന്നിട്ട് ഒരു മീൻ കിട്ടിയാൽ ഭയങ്കര വലിയ സന്തോഷം ഗൈസ്. എന്നാലും നമ്മൾക്ക് ചെമ്പല്ലി കിട്ടിയത് എൻ്റെ പൊന്നോ. എന്തായാലും നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് വളരെ നല്ലതായിട്ടാ. വന്നിട്ടത് നമുക്ക് കിട്ടിയല്ലേ, അതും വലിയ ചെമ്പല്ലി. ആദ്യമായിട്ട് കിട്ടണേ. ഓക്കെ 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 ഗൈസ്, നമ്മുടെ ലാസ്റ്റ് പീസാണ്. അതിലൊരുത്തൻ വന്നിട്ട് ഇതാ കൊത്തുണ്ട്. കുഞ്ഞത് സാധനം കേട്ടാ, കുഞ്ഞത്, വളരെ ചെറുത്. ആ ചേട്ടനില്ലേ കുറച്ച് ദൂരേക്ക് എറിയാൻ പറഞ്ഞു കേട്ടാ. ഗൈസ്, ഒരു ചെമ്പല്ലിയും കൂടി കിട്ടിയാൽ നമ്മൾ ആരായി അല്ലേ. ഇന്ന് എനിക്ക് പെരുന്നാളാണ് ഗായ്സ്. ഇന്ന് രാത്രി ഉറങ്ങണ വരെ എനിക്ക് അയ്യോ ചെമ്പല്ലി കിട്ടിയേ എന്നുള്ള നല്ല വൈബ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇനി ഈ വീടിൻ്റെ ലാസ്റ്റ് വരെ ഇതന്നെ കേട്ടുകൊണ്ടിരിക്കണം. നിങ്ങൾക്കല്ലേ ഞാൻ മീൻ പിടിക്കുന്നില്ല എന്നൊക്കെ പരാതി. ഇപ്പം ഞാൻ മീൻ പിടിച്ചു പറഞ്ഞാൽ ഞാൻ അതിങ്ങനെ പൊലിപ്പിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് മീൻ കിട്ടിയേ പറഞ്ഞിട്ട്. എന്നാലും നമുക്ക് ചെമ്പല്ലി കിട്ടിയതല്ലേ, എനിക്ക് സന്തോഷമൊക്കെ ഇരിക്കാൻ വയ്യ ഗായ്സ്. അയ്യോ കല്ലി കൊണ്ട് കുടുങ്ങി. കിട്ടി ഭാഗ്യം. അല്ല മീനല്ല, കൊക്കി. കുഞ്ഞത് വളരെ ചെറുത്. എന്താണ് ഇവനിക്ക് ഇത്ര ചെറിയ മീൻ ഗൈസ്? അവനക്ക് എൻ്റെ ഇത്രയും വലിയ തീറ്റ വേണമെന്ന് എങ്ങനെ നമ്മൾ കൊടുക്കും? നമുക്ക് കുറച്ചുകൂടി ദൂരത്തിടാവേ. ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അങ്ങനെ വലിയ ചെമ്പല്ലി കിട്ടിയിട്ടോ. എൻ്റെ പടച്ചോനെ, ഞാൻ വിചാരിച്ചില്ല. ഞാൻ എപ്പോഴും പറയണ ഇതാണ്, വിചാരിച്ചില്ല, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന്. അതുപോലെ തന്നെ ഗായ്സ്, ഞാൻ വിചാരിച്ചു പോലും ഒറ്റ വലി ഞാൻ പിടിച്ചിങ്ങോട്ട് വലിച്ചെടുത്ത്. എൻ്റെ പടച്ചോനെ, ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി വീട്ടിൽ പോയിട്ട് അത് വറുത്ത് തിന്നാലേ അതിൻ്റെ ടേസ്റ്റൊക്കെ മനസ്സിലായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾക്ക് വലിയൊരു പാർട്ടി പോലെയാണ്. കാരണം നമ്മൾക്ക് മീൻ പിടിച്ചല്ലോ. നമ്മളെ ബാഗിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ബാഗ് അത്യാവശ്യം നല്ല രീതിക്ക് ചളിയൊക്കെയാണ്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മീനിനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. നല്ല രീതിക്ക് പുടയ്ക്കുണ്ട്. അവൻ്റെ വാല് കണ്ടോ, കുഞ്ഞ് ചുമന്ന വാല്. കണ്ടോ അവൻ്റെ വാല്, കുഞ്ഞ വാല് ഗൈസ്. അപ്പൊ അതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബൈറ്റ് അവസാനിച്ചത് കൊണ്ടാണ് ഗൈസ്, നമ്മുടെ മത്തിയൊക്കെ കഴിഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഫിഷിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു ചാക്ക് റെഡ് സ്നാപ്പറൊക്കെ പുഷ്പം പോലെ പിടിച്ചേനെ. നമ്മൾക്ക് കുഴപ്പമില്ല, ഇനി ഇവന്മാരൊക്കെ കുറച്ച് വലുതാവട്ടെ. നമ്മൾക്ക് നാളെ വരാം. നാളെ ഇപ്പൊ നല്ല വൈബായിട്ട് ഗൈസ്. അയ്യോ, ഈ ഒരു വൈബില് നമ്മൾ നാളെ നിറയെ ആയിട്ട് വരും. പക്ഷേ നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ഗൈസ്. ഇന്ന് വെയിലത്ത് നിൽക്കാത്തത് കൊണ്ട് അധികം ടയേർഡ് ആയിട്ടില്ല. പക്ഷെ നമ്മുടെ ബൈറ്റ്സ് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മളെന്ന് വിചാരിച്ചു എന്നാൽ ഇന്നത്തേക്ക് അവസാനിപ്പിക്കാൻ, കാരണം മീൻ കിട്ടിയല്ലോ ഗായ്സ്. അയ്യോ സന്തോഷമൊക്കെ ഇരിക്കാവേ ഗായ്സ്. നമ്മളിന്ന് റെഡ് സ്നാപ്പർ വലുത് പിടിച്ചുകൊണ്ട് വീഡിയോക്ക് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തേ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ റെഡ് സ്നാപ്പർ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതും ഞാൻ സ്വന്തമായി പിടിച്ച റെഡ് സ്നാപ്പർ ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് ഞാൻ തന്നെ തിന്നാം ഗൈസ്. ഇതൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറയില്ല കേട്ടോ. ഞാൻ കരിമീൻ, റെഡ് സ്നാപ്പർ, ഹമൂർ, ഏരി ഇതൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പിടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കഴിക്കണത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ തന്നെ പിടിച്ച മീനെ എനിക്ക് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല, അതിൽ വലിയൊരു ഇത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഒട്ടും വിചാരിച്ചില്ല, കാരണം ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് ചൂണ്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു മീൻ ചിലപ്പോൾ ഈ സീസൺ ആയിരിക്കില്ല, അല്ലെങ്കിൽ മീനൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ആൾക്കാർ വരാത്തതെന്ന്. പക്ഷേ മീൻ കിട്ടിയിട്ടോ ഭാഗ്യത്തിന്. ഇത് ഈ ഒരു പറമ്പിൽ കൂടെ നമുക്കൊരു 1-2 കിലോമീറ്ററൊക്കെ നടക്കാനുണ്ട് കേട്ടോ. കാരണം അത്രയും ദൂരമുണ്ട്, നല്ല കിതയ്ക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് എന്തെങ്കിലും ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ പോകാൻ ഗൈസ്. നമ്മൾ പിടിച്ച ചെമ്പലിൻ്റെ വെയിറ്റ് കണ്ട് ഞാൻ തന്നെ ബോധം കിട്ടും. ഇത് നോക്ക്,
560. എന്റെ പൊന്നു, അത്രയും വലിയ സാധനമാണ് കേട്ടതോ ഗൈസ്. എന്റെ കയ്യിന്റെ ഇത്രക്ക് ഇട്ടാ. നമ്മളെന്തായാലും തൂക്കി നോക്കിയപ്പോൾ 560 ഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ചെതമ്പലൊക്കെ നമ്മളെ വീടെത്തുമ്പോഴേക്കും പോയി. കാരണം ഒരു 20 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമ്മളെ ബീച്ചിന്റെ അവിടെ നിന്ന്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പിടിച്ചപ്പോൾ. ഞാൻ നേരെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ആ കല്ലിന്റെ ഇടയിൽ പോവെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇത് നോക്ക്, ഇതിന്റെ പല്ല് കണ്ടാ, 2 വലിയ പല്ല് കേട്ടോ. അമ്മോ വായിക്കമ്മോ, ഇതിന്റെ ഉള്ളിലൊക്കെ വിരല് പെട്ടാണ്ടല്ലോ. പിന്നെ വിരല് 2 കഷ്ണമായിട്ട് ഇവൻ തരും. വലിയ വായൊക്കെയാണ്. എന്തായാലും ഇന്നും നമ്മൾക്ക് ചെറിയൊരു ഭാഗ്യമുള്ളത് കൊണ്ട് ഇത്രയും വലിയ മീൻ കിട്ടിട്ടോ ഗൈസ്. ഗൈസ്, അടിപൊളി റെഡ് സ്നാപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ കുറച്ച് കരിഞ്ഞ പോലെ ഉണ്ടെങ്കിലും സത്യത്തിൽ കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഇതിന്റെ മീറ്റൊക്കെ നോക്കിക്കോ, എൻ്റെ പൊന്നോ, സോഫ്റ്റ് പഞ്ഞ് പോലെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ആദ്യമായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗായ്സ്. ഞാൻ എന്തായാലും ഇത് ഫുള്ളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഗൈസ്. ഇന്നലെയാണ് നമ്മൾ ചെമ്പലിലേക്ക് പിടിച്ച് അത് ഫ്രൈ ഒക്കെ ചെയ്ത് കഴിച്ചത് ഗൈസ്. ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ചെമ്പലിൽ ഫ്രൈ ചെയ്താണ് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ്സ് കുറെ വന്നിട്ടുണ്ടായിരുന്നു വലിയ മീമി പിടിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മൾ വലിയ മീമി തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഭയങ്കര സന്തോഷം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ വലിയ മീനൊക്കെ പിടിക്കുന്നത്. എന്തായാലും നമ്മൾക്ക് കുറച്ച് ഫിഷിങ്ങിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതിന്റെ ക്രെഡിറ്റ് ഫുള്ള് നിങ്ങൾക്കാണ് തരുള്ളൂ, കാരണം നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.